നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവോണത്തിന് നാന്ദി കുറിച്ച് ബുധനാഴ്ച ഉത്രാടം. മാവേലി മന്നനെ വരവേൽക്കാൻ പാച്ചിലിനൊരുങ്ങി നാട്. കായംകുളം നഗരപരിധിയിൽ അനധികൃത നിർമ്മാണവും ലൈസൻസ് ഇല്ലാത്ത കച്ചവടങ്ങളും തെരുവുനായ ശല്യവും വർദ്ധിച്ചു വരുന്നതായി UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ. നടപടിയെടുത്തില്ലെങ്കിൽ വിജിലൻസിനുൾപ്പെടെ പരാതി നൽകുമെന്ന് ഭാഷ. മോശം കാലാവസ്ഥ. മത്സ്യബന്ധനത്തിന് വിലക്കുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാല നിർമ്മാണം. സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി MS അരുൺകുമാർ MLA. വാർത്തകൾ വിശദമായി. തിരുവോണം കൊണ്ടാടാൻ ഓടിത്തിമിർത്ത് മലയാളികൾ ബുധനാഴ്ച ഉത്രാടം ആഘോഷിക്കും. 2 വർഷത്തെ കൊറോണക്കാലം കഴിഞ്ഞത്തെ ഓണത്തെ നല്ലോണം വരവേൽക്കാൻ ഉത്രാടപ്പാച്ചിലിന് ഒരുങ്ങുകയാണ് നാട്. ഉത്രാടം എത്തുന്നതിനാൽ രാവേറെയായിട്ടും തിരവുകൾ സജീവമാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്നും 9 വരെയും കർണാടക തീരങ്ങളിൽ സെപ്റ്റംബർ 10 വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ സെപ്റ്റംബർ 6 മുതൽ 9 വരെ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും, കർണാടക തീരങ്ങളിൽ സെപ്റ്റംബർ 8 മുതൽ സെപ്റ്റംബർ 10 വരെ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട്ടിലെ വൈദ്യുത സ്വിച്ചിൽ നിന്നും തീ പടർന്ന് വീട് ഭാഗികമായി അഗ്നിക്കിരയായി. ചെട്ടികുളങ്ങര പഞ്ചായത്ത് 20-ാം വാർഡ് പേള കിണർമുക്ക് കുന്നത്ത് തെക്കതിൽ ചെല്ലമ്മയുടെ വീടാണ് അഗ്നിക്കിരയായത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട്ടിലെ വൈദ്യുത സ്വിച്ചിൽ നിന്നും തീ പടർന്ന് വീട് ഭാഗികമായി അഗ്നിക്കിരയായി. ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് പേള കിണർമുക്ക് കുന്നേത്ത് തെക്കതിൽ ചെല്ലമ്മയുടെ വീടാണ് അഗ്നിക്കിരയായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. മകൻ അജിയും മരുമകൾ രഞ്ജിനിയും ഇവരുടെ മകൻ അഭിയും ബന്ധുവീട്ടിൽ പോയിരുന്നതിനാൽ ഈ സമയം ചെല്ലമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ശാരീരിക അവശതകൾ മൂലം അധികം നടക്കുവാൻ പോലും കഴിയാതിരുന്ന ചെല്ലമ്മ തീ പടരുന്നത് കണ്ട് പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. ചെല്ലമ്മയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പിന്നീട് തീയണച്ചത്. CD നെറ്റ് ന്യൂസ്, കായംകുളം. മകന് പിന്നാലെ അച്ഛനും മരിച്ചതോടെ അനാഥമായ കുടുംബത്തിന് കൈത്താങ്ങായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ബുധനാഴ്ച പഴംപൊരി ചലഞ്ച് സംഘടിപ്പിക്കും. കാർത്തികപ്പള്ളി പുതുക്കണ്ടം വെട്ടുതുരുത്തിൽ രാകേഷ്, പിതാവ് ശശി എന്നിവരാണ് അടുത്തടുത്ത ദിവസങ്ങളിലായി മരിച്ചത്. മകന് പിന്നാലെ പിതാവും മരിച്ചതോടെ അനാഥമായ കുടുംബത്തിന് കൈത്താങ്ങായി മാറുകയാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ കുടുംബത്തിനായി ചലഞ്ച് സംഘടിപ്പിക്കുമെന്ന് കൂട്ടായ്മ ചെയർമാൻ ഷാജി K. ഡേവിഡ് പറഞ്ഞു. മാസം 4 ചലഞ്ചുകളും ജനങ്ങൾ ഏറ്റെടുത്തു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ കൂടെ നിങ്ങളും നിന്നു. 4 കുടുംബങ്ങളെ സഹായിച്ചു. വീണ്ടും ഒരു ചലഞ്ചുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും അറിയാം, അടുത്തടുത്തുള്ള ചലഞ്ചുകൾ കുറച്ചുപേരെങ്കിലും ബുദ്ധിമുട്ടിക്കും. പക്ഷേ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കാർത്തികപ്പള്ളിയിലാണ് രാകേഷ് എന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്കും തുണിയും ഒക്കെ ആയിട്ട് പോയ ചെറുപ്പക്കാരനാണ്. 4ഉം 2ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. അടുത്ത ദിവസം ആ കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പനും മരിച്ചു. ആ ദയനീയ അവസ്ഥ, മുറ്റത്ത് 2 ചിതയരികയാണ് രോഗികളായിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മമാരും. അത്ര ദയനീയമായ ഒരു കുടുംബത്തെ സഹായിക്കുവാൻ ഉത്രാട നാളിൽ നാം ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ആഘോഷമാണ്. ഈ ആഘോഷത്തിനിടയിൽ നിങ്ങൾ ഈ ചലഞ്ച് സ്റ്റാളിൽ വരണം. മരിപ്പാട് ചൈതന്യ കണ്ണാശുപത്രിയുടെ മുമ്പിലാണ്. നിങ്ങൾ വരാതിരിക്കരുത്. കാർത്തികപ്പള്ളി പുതുക്കണ്ടം വെട്ടുതുരത്തിൽ രാകേഷ്, പിതാവായ ശശി എന്നിവരാണ് അടുത്തടുത്ത ദിവസങ്ങളിലായി മരിച്ചത്. ആഗസ്റ്റ് 21-ന് തൃക്കുന്നപ്പുഴ മുത്തേരി ജംഗ്ഷന് സമീപം വെച്ച് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന രാകേഷിനെ ഇൻസുലേറ്റഡ് വണ്ടി തട്ടി ഇട്ടതിനു ശേഷം നിർത്താതെ പോവുകയായിരുന്നു. തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ രാകേഷിനെ വണ്ടാനം മെഡിക്കൽ കോളേജിലും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ മാലിനിയും
ആദിനാഥ്, അഭിദേവ് എന്നിങ്ങനെ 4ഉം 2ഉം വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് രാകേഷിന്റെ കുടുംബം. എന്നാൽ ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന രാകേഷിന്റെ പിതാവ് ശശിയും കഴിഞ്ഞ ദിവസം അസുഖത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു. ഇതോടെ കുടുംബം ശരിക്കും അനാഥമായി. ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഇവർക്കായി ചലഞ്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതെന്നും ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഹരിപ്പാട് ചൈതന്യ കണ്ണാശുപത്രിക്ക് സമീപം കരുതലിന്റെ നേതൃത്വത്തിൽ പഴംപൊരി ചലഞ്ചാണ് സംഘടിപ്പിക്കുന്നത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 50ാമത് ചലഞ്ച് കൂടിയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. സി.ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്. കായംകുളം നഗരസഭയുടെ പരിധിയിൽ അനധികൃത നിർമ്മാണവും ലൈസൻസ് ഇല്ലാത്ത കച്ചവടങ്ങളും തെരുവുനായ ശല്യവും വർദ്ധിച്ചു വരുന്നതായും ഇതിനെതിരെ ശക്തമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ ആവശ്യപ്പെട്ടു. നടപടിയെടുത്തില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിനുൾപ്പെടെ പരാതി നൽകുമെന്ന് CS ഭാഷ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ പരിധിയിൽ അനധികൃത നിർമ്മാണവും ലൈസൻസ് ഇല്ലാത്ത കച്ചവടങ്ങളും തെരുവുനായ ശല്യവും വർദ്ധിച്ചു വരുന്നതായും ഇതിനെതിരെ ശക്തമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ ആവശ്യപ്പെട്ടു. കായംകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പോലും കൂൺ പോലെ അനധികൃത നിർമ്മാണങ്ങൾ വർദ്ധിച്ചു വരുന്നു. അനധികൃത നിർമ്മാണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി നടപടി എടുത്ത് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 3-4 വർഷക്കാലമായി കെട്ടിട നിർമ്മാണങ്ങളിൽ യാതൊരുവിധ ഉത്തരവാദിത്വങ്ങളും നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഭരണ നേതൃത്വവും കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പട്ടണത്തിലാകമാനം കൂണുപോലെ നിർമ്മാണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതൊക്കെ നോക്കാനും അതിനെതിരെ നടപടി സ്വീകരിക്കുവാനും ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്ന് നോട്ടീസ് നൽകി കഴിയുമ്പോൾ ഇതിന് മധ്യസ്ഥന്മാരായ ചില ഏജന്റന്മാർ കടന്നു വരികയാണ് നഗരസഭയിൽ. ഈ ഏജന്റന്മാരുടെ സ്വാധീനത്തിൽ അനന്തര നടപടികൾ സ്വീകരിക്കുവാൻ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥന്മാരും തയ്യാറാകുന്നില്ല. അതിൻ്റെ പിന്നിൽ വ്യാപകമായ അഴിമതിയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ, പട്ടണത്തിൻ്റെ മാർക്കറ്റ്, ബസാർ, പാലത്തിൻ്റെ സൈഡുകളിലും പിന്നെ മുക്കവല ജംഗ്ഷനിലും അതുപോലെ തന്നെ മേടമുക്കിലും ഒക്കെ തന്നെ പ്രതിദിനം നഗരസഭയ്ക്ക് യാതൊരു വരുമാനവും ഇല്ലാത്ത രീതിയിൽ എല്ലാ നിയമങ്ങളും KMBRൻ്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃത നിർമ്മാണങ്ങൾ നടന്നു വരികയാണ്. ഇതിനൊന്നും ടാക്സ് ചുമത്തുവാനോ ഒന്നും നടപടികൾ സ്വീകരിക്കുവാനോ ഭരണ നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇതുമൂലം പട്ടണത്തിലെ വ്യാപാര മേഖലയിൽ നിന്നും നഗരസഭയ്ക്ക് ലഭിക്കേണ്ട 25% വരുമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ ഭരണ നേതൃത്വം തയ്യാറാകണം. അതല്ല എങ്കിൽ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാരും ബന്ധപ്പെട്ടവരും തയ്യാറാകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇതിൽ ഇടനിലക്കാരുടെ ഇടപെടലും അതുവഴി അഴിമതിയും നടക്കുന്നുണ്ട്. തെരുവുനായ ശല്യം മൂലം പ്രഭാത സവാരിക്കാർക്കും കുട്ടികൾക്കും റോഡിലൂടെ നടക്കാൻ കഴിയുന്നില്ല. തെരുവോരങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇതാണ് തെരുവുനായകൾ വർദ്ധിക്കാൻ കാരണം. നഗരത്തിലെ പല കടകളും ലൈസൻസ് ഇല്ലാതെയാണ് ഇപ്പോൾ കച്ചവടം നടത്തുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല. നഗരസഭാ അധികൃതർ ഇതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിനും ബന്ധപ്പെട്ട അധികൃതർക്കും പരാതി നൽകുമെന്നും CS ഭാഷ അറിയിച്ചു. സി.ഡി നെറ്റ് ന്യൂസ്, കായംകുളം. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ CDS, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന വിപണന മേളയും ഓണാഘോഷവും സമാപിച്ചു. സമാപന ദിനത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ നടന്ന വാശിയേറിയ വടംവലി മത്സരം വേറിട്ടതായി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ CDS, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വിപണന മേളയും ഓണാഘോഷവും സമാപിച്ചു. സെപ്റ്റംബർ 3-നാണ് വിപണന മേളയും ഓണാഘോഷവും ആരംഭിച്ചത്. സമാപന ദിനത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ നടന്ന വാശിയേറിയ വടംവലി മത്സരം ഏറെ വ്യത്യസ്തമായി മാറി. വിവിധ വാർഡുകളെ പ്രതിനിധീകരിച്ചാണ് കുടുംബശ്രീ പ്രവർത്തകരായ വനിതകൾ വടംവലി മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ 4-ാം വാർഡ് കുടുംബശ്രീ 1-ാം സ്ഥാനവും 13-ാം വാർഡ് കുടുംബശ്രീ 2-ാം സ്ഥാനവും നേടി. തുടർന്ന് തിരുവാതിര കളി നടന്നു.
ഇതിനുശേഷം നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിവിധ മത്സര വിജയികൾക്കും ലക്കി ഡിപ്പ് വിജയികൾക്കുമുള്ള സമ്മാന വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു. നാലാം വാർഡിനെ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല. നാലാം വാർഡ് നല്ല തരത്തിലൊരു പ്രോഗ്രാമാണ് നടത്തിയത്. നാലാം വാർഡ് ആഘോഷം തന്നെ ഒരു ഫുൾഡേ നടത്തിക്കൊണ്ട് ആഘോഷം നടത്തി ഈ 3 ദിവസം വേളയിൽ ഗംഭീരമാക്കാൻ വേണ്ടി നാലാം വാർഡിന്റെ ഒരു നല്ല ഇടപെടൽ ഇതവരുടെ വാർഡാണ്, നാലാം വാർഡാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊരു മാതൃകയായി എല്ലാ വാർഡുകളും മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. അടുത്ത വർഷത്തെ വേളയിൽ നമുക്ക് സാധനങ്ങളൊക്കെ കുടിഞ്ഞുകൂടി നല്ല തരത്തിൽ നമുക്ക് ഈ മേള നടത്താൻ കഴിയണം. ഇതിനുള്ള നല്ലൊരു സഹായം നമുക്കുണ്ടായിരുന്നു. ഒരു വാശി തന്നെയായിരുന്നു. എല്ലാത്തിനും ഞങ്ങൾക്ക് ഫസ്റ്റ് നടത്തുന്ന ഒരു വാശിയാണ്. ഇത് ഞാൻ പറയുന്നത് ഒരാളിനെ മാത്രം പുകഴ്ത്താനുള്ളതല്ല. എല്ലാ മെമ്പർമാരും അവരുടേതായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാരും മെമ്പർമാരും അവരുടേതായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുണ്ട്. ചെറുതായാലും വലുതായാലും എല്ലാ വാർഡിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഓരോരോ അനുഭവങ്ങളാണ്. കൂടുതൽ മനസ്സിലായവർ കൂടുതൽ നല്ലത് നടത്തി, കുറച്ച് മനസ്സിലായവർ കുറച്ച്. നമ്മൾ മറന്നു തന്നെ നമ്മൾ 9 ടീം മത്സരം മോശമല്ലേ, നമ്മളൊരിക്കലും പ്രതീക്ഷയല്ല. ഒരു ശ്രമം നടത്തിയാൽ ആ നടത്തി വന്നപ്പോഴാണ് അതിന്റെ വാശി എത്രമാത്രമാണ് അല്ലേ. ഇന്നലെ തന്നെ 3-ാം വാർഡ് 12-ാം വാർഡ് ഭയങ്കരയായിരുന്നു. ഗ്രാമപഞ്ചായത്തിനെ ഉത്സവ ലഹരിയിലാക്കിയ ആഘോഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. CDS ചെയർപേഴ്സൺ ഇന്ദിരാഭായി അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ നിതൂഷ രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിത്രലേഖ, R രാജേഷ്, പ്രസാദ്, ലീന രാജു, ശ്യാമ വേണു, രജനി, ബിജു, മിനി മോഹൻ ബാബു എന്നിവർ സംസാരിച്ചു. CDS ഭാരവാഹികളായ ശ്രീലത S തമ്പി, സാവിത്രി, രതി കമലൻ, ശിവാനി, ഇന്ദു, ഷീജ, ലേഖ, സിന്ധു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ് കായംകുളം. മാവേലിക്കര നഗരസഭ ഓണാഘോഷം നടത്തി. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര, സാംസ്കാരിക സമ്മേളനം എന്നിവ നടത്തി. സാംസ്കാരിക ഘോഷയാത്ര പുതിയകാവ് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ആരംഭിച്ച് ഗവൺമെന്റ് TTIയിൽ എത്തി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. എത്ര മനോഹരമായിട്ടുള്ള ആ ഓണപ്പാട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മമാരും ചേച്ചിമാരും സ്ത്രീകൾ പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ വനമൂർത്തുന്നുണ്ട്. ഒരാൾ പശു, ഒരാൾ പുലി. ഞാൻ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഓണ കാഴ്ചകൾ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ KV ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അനി വർഗീസ്, ശാന്തി അജയൻ, സജീവ് പ്രായിക്കര, ഉമയമ്മ വിജയകുമാർ, S രാജേഷ്, നൈനാൻസി കുറ്റിശ്ശേരി, ലീല അഭിലാഷ്, മേഘനാഥ് H തമ്പി, ജയശ്രീ അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി മേഘ മേരി കോശി കൃതജ്ഞത പറഞ്ഞു. ഇതിനുശേഷം മെഗാ തിരുവാതിര നടന്നു. കുടുംബശ്രീ അംഗങ്ങളാണ് തിരുവാതിര അവതരിപ്പിച്ചത്. മ്യൂസിക് ബാൻഡ് എന്ന പരിപാടിയും പിന്നീട് നടന്നു. CD നെറ്റ് ന്യൂസ് മാവേലിക്കര. കായംകുളം നഗരസഭ 5-ാം വാർഡ് കുടുംബശ്രീയും ബാലസഭയും ഓക്സിലറി ഗ്രൂപ്പും ചേർന്ന് ഓണാഘോഷവും കുട്ടികളുടെ കലാപരിപാടികളും നടത്തി. കൗൺസിലർ അൻഷാദ് വാഹിദ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭ 5-ാം വാർഡ് കുടുംബശ്രീയും ബാലസഭയും ഓക്സിലറി ഗ്രൂപ്പും ചേർന്ന് ഓണാഘോഷവും കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടി വാർഡ് കൗൺസിലർ അൻഷാദ് വാഹിദ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സമ്മാന വിതരണവും നിർവഹിച്ചു. ADS സലീന, ആശാവർക്കർ ഷാനിമോൾ, അഷ്റഫ് മൈത്രി, അംഗൻവാടി അധ്യാപിക നിസ, ഹെൽപ്പർ സലീന, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം. കരിയിലക്കുളങ്ങര ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിലെ ഓണാഘോഷം ആരവം 2022 സമാപിച്ചു. മില്ലിലെ തൊഴിലാളികളും ജീവനക്കാരും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. സമാപന സമ്മേളന ഉദ്ഘാടനവും അവാർഡ് ദാനവും മാവേലിക്കര MLA MS അരുൺകുമാർ നിർവഹിച്ചു.
കരിയിലക്കുളങ്ങര ആലപ്പി സഹകരണ സ്പിന്നിംഗ് മില്ലിലെ ഓണാഘോഷം ആരവം 2022 സമാപനമായി. മില്ലിലെ തൊഴിലാളികളും ജീവനക്കാരും കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത്. മത്തപ്പൂക്കള മത്സരം, വടംവലി, തിരുവാതിരകളി മത്സരം, ചെസ്, ക്യാരംസ് എന്നിങ്ങനെ വിവിധ മത്സരങ്ങളാണ് അരങ്ങേറിയത്. സമാപന സമ്മേളനവും അവാർഡ് ദാനവും എസ് അരുൺകുമാർ MLA നിർവഹിച്ചു. മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും സ്ഥാപനത്തിൽ ഏറ്റവും ഹാജർ നിലവാരം പുലർത്തിയവർ ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമുള്ള അവാർഡ് ദാനവും എസ് അരുൺകുമാർ MLA നിർവഹിച്ചു. മിൽ എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വിജയകുമാർ, ചെയർമാൻ ബിജു, ട്രഷറർ രാജേഷ് ജെ നായർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരോക്ക ഗാനമേള നടന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം. കൃഷ്ണപുരം തച്ചേത്തര മാധവൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അമ്മമാർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഫൗണ്ടേഷൻ ചെയർമാൻ M സഹദേവൻ നിർവഹിച്ചു. കൃഷ്ണപുരം താച്ചേന്തര മാധവൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വയോധികർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം ഫൗണ്ടേഷൻ ചെയർമാൻ M സഹദേവൻ നിർവഹിച്ചു. ഫൗണ്ടേഷൻ കൺവീനർ MV ശ്യാം അധ്യക്ഷത വഹിച്ചു. M രവീന്ദ്രൻ, M സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കൃഷ്ണപുരം. യൂത്ത് കോൺഗ്രസ് താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളും കുടുംബസംഗമവും നടത്തി. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. താമരക്കുളം കോൺഗ്രസ് ഭവനിൽ നടന്ന പരിപാടികൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുത്താര രാജിന്റെ അധ്യക്ഷതയിലാണ് നടന്നത്. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വേണു ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്തരത്തിലൊരു ഓണപരിപാടിയായിട്ടൊക്കെ മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ് അല്ലേ. നമ്മൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിലൊക്കെ ജീവിക്കുന്ന നമ്മളൊക്കെ ഇപ്പോഴും നമ്മൾ ഈ പഴയ നമ്മളെ സാംസ്കാരികപരമായ പൈതൃകങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കാനും നല്ല മനോഭാവത്തോടെ വളരെ ചിട്ടയോടുകൂടി കഠിനാധ്വാനം ചെയ്യാനും നമ്മളെല്ലാവരും തയ്യാറായേ മതിയാകത്തില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ ചെറുപ്പക്കാരികളും ഒക്കെ നല്ലൊരു ശതമാനം വഴി തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അത് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും യുവതലമുറയായാലും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് കമ്പനികൾ കൂടി അവരുടെ യുവത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുരോഗമന പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായ യൂത്ത് കോൺഗ്രസിലും KSUവിലും ഒക്കെ അണിചേർന്ന് ഈ നാടിൻ്റെ സാംസ്കാരിക മൂല്യത്തെ, ഈ നാടിൻ്റെ ജനാധിപത്യ മൂല്യത്തെ, ഈ നാടിൻ്റെ മതേതരത്തെ ഉയർത്തിപ്പിടിക്കാൻ മുന്നോട്ട് വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പിന്നെ ചുണക്കട്ടന്മാരും ചുണക്കുട്ടികളും അതുപോലെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. വളരെ നല്ല പോലെ ഈ ഓണാഘോഷ പരിപാടികൾ ഒരുക്കിയ താമരക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അടക്കം അതിൻ്റെ ഭാരവാഹികളടക്കം എല്ലാവർക്കും നന്മകളും ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെയും പ്രഥമ PN പണിക്കർ പുരസ്കാര ജേതാവ് ദിലീപ് പടനിലത്തിനെയും ആദരിച്ചു. T മന്മഥൻ, P രഘു, N ശ്രീകുമാർ, പാത്തുമുത്ത്, രതീഷ് കുമാർ കൈലാസം, മോൻസി മോനാച്ചൻ, ജൻസീർ, ജയദീപ്, രോഹിത് MS, സുരേഷ് കൃപ, നൈനാൻ തോമസ്, റഹ്മത്ത് പറയംകുളം, തോമസ് ഡേവിഡ്, മഞ്ജു രവീന്ദ്രൻ, ഹാരിസ്, മിഥുൻ, തോമസ് പാപ്പി, രഞ്ജിത്ത്, ജിഷ, റീജ, റെനി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അത്തപ്പൂക്കുളമിടൽ, ഓണസദ്യ എന്നിവയും നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം തൻസീർ കണ്ണനാകുഴി സമ്മാനദാനം നിർവഹിച്ചു. CD നെറ്റ് ന്യൂസ്, ചാഴിമൂട്. പത്തിയൂർക്കാല സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. ഇതോടൊപ്പം വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. പത്തിയൂർക്കാല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിക്കലും നടത്തി. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ISHO സുധിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് K ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി V ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. പത്തിയൂർക്കാല ഞങ്ങൾ 2 വർഷത്തോളമായി ഈ ഒരു സംഘടന തുടങ്ങിയിട്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മുടെ കോവിഡ് എന്ന മഹാമാരി കാരണം നമ്മുടെ ആഘോഷ പരിപാടികളൊന്നും തന്നെ നമുക്ക് നടത്താൻ പറ്റിയിരുന്നില്ല. ഓണാഘോഷ പരിപാടികൾ വളരെ വിപുലമായ രീതിയിൽ രാവിലെ പതാക ഉയർത്തലോടെ ആരംഭിച്ചു. ഉച്ചയ്ക്ക് വളരെ വിപുലമായ രീതിയിലുള്ള ഓണസദ്യയും അങ്ങനെ വളരെ ആഘോഷിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രദേശത്തിൻ്റെ ഒരു ആഘോഷമായി മാറ്റത്തക്ക രീതിയിൽ ഞങ്ങൾ ഈ സൗഹൃദ കൂട്ടായ്മ ഈ ഒരു വർഷത്തെ ഓണാഘോഷം
സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ കൂട്ടായ്മ 2018 തുടങ്ങി 2019 കോവിഡുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ പഞ്ചായത്ത് തലത്തിലും ഈ വാർഡ് തലത്തിലും ഈ കൂട്ടായ്മയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ വീടുകൾ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡുമായി ഈ രോഗബാധിച്ച് കിടന്നിട്ടുള്ള വീടുകളിൽ ഭക്ഷണം എത്തിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയുടെ ഇപ്പോൾ ഓണാശംസ ഞങ്ങൾ വിപുലമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്താൻ ആലോചിച്ചതാണ്. അത് നടക്കാൻ പറ്റിയതില്ല. ഈ പ്രാവശ്യം നേരിയ തോതിൽ ഇനിയും അടുത്ത പ്രാവശ്യം ഇതിൽ വിപുലമായ രീതിയിൽ നടത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ. അസോസിയേഷൻ രക്ഷാധികാരി എൻ സുകുമാരപിള്ള പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. അത്തപ്പൂവിടൽ, കുടുംബസംഗമം എന്നിവ നടന്നു. അപ്പോൾ അതിലും ഈ സൗഹൃദ കൂട്ടായ്മ ഗൗരവമായി മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ, അവർ പഠിക്കുന്ന സ്കൂളുകൾ, അവരുടെ കൂട്ടുകാർ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ പങ്ക്, ഇതിലെല്ലാം ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു സൗഹൃദമായ ഒരു സമീപനം ആ വീടുകളിലും കുട്ടികളിലും ഒക്കെ ഉണ്ടാക്കുന്നതിന് ശ്രമിക്കും. എൻ സുകുമാരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ CPO ഗിരീഷ് SR വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു. ശ്രീലേഖ, ശ്രീലക്ഷ്മി, സുബിത, രാഹുൽ രാധാകൃഷ്ണൻ, ഷാജി, ഗംഗ, ഷീല, ശിവൻ കൈലാസം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാമത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയും നടന്നു. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ SI ഷഫീഖ് A സമ്മാനദാനവും ആദരിക്കലും നടത്തി. സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച 5ാം വാർഡ് ആശാപ്രവർത്തക സുധാമണിയെ ആദരിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമുക്ക് നമ്മുടെ ഓണാഘോഷം അതിവിപുലമായിട്ട് നടത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ഏറ്റവും നല്ല ഗംഭീരമായിട്ട് കുട്ടികളുടെ കലാപരിപാടികളും മുതിർന്നവരുടേതും തിരുവാതിര അങ്ങനെയുള്ള എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ വർഷത്തെ ഓണാഘോഷം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ഓണം ആഘോഷിച്ചു. വിവിധ പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടത്തി. കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വർണ്ണാഭമായ പരിപാടികളോടെയാണ് ഓണാഘോഷം നടത്തിയത്. അത്തപ്പൂക്കളമിടൽ, ഓണപ്പാട്ട്, തിരുവാതിര, വടംവലി, ഉറിയടി, ഫ്ലാഷ് മോബ് എന്നിവ നടന്നു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത്. സ്കൂൾ മാനേജർ വി ചന്ദ്രദാസ് ഭദ്രദീപം കൊളുത്തി ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം ആദ്യമായി ഓണാഘോഷം സംഘടിപ്പിക്കുകയാണ്. കോവിഡ് മഹാമാരി കാരണം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും ഇത്രയും നല്ല രീതിയിൽ ഓണാഘോഷം നടത്താൻ സാധിച്ചിട്ടില്ല. ഓണാഘോഷത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്നേഹം നിറഞ്ഞ ഓണാശംസ നേരുകയാണ്. ഓണാഘോഷത്തിൻ്റെ പരിപാടികളായി മെയിനായിട്ട് ഇവിടെ നടത്തപ്പെട്ടത് തിരുവാതിര, അത്തപ്പൂക്കള മത്സരം, വടംവലി, ഉറിയടി മത്സരം എന്നിവയാണ്. എല്ലാത്തിലും കുട്ടികളുടെ മുഖ്യമായ പ്രാതിനിധ്യമുണ്ടായിരുന്നു. അതിന് അവരെ പ്രാപ്തരാക്കിയ എല്ലാ അധ്യാപകരോടുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അത്തപ്പൂക്കള മത്സര വിജയികളെയും വടംവലി മത്സര വിജയികളെയും സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രീജയ, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് മധുരം നൽകി അനുമോദിച്ചു.
CD News, കായംകുളം. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂൾ പ്രീ നഴ്സറി മുതൽ 5ാം ക്ലാസ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിന്റെ ഓണാഘോഷം നടത്തി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സി ജയസിംഗ് തിരി തെളിയിച്ചു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂൾ പ്രീ നഴ്സറി മുതൽ 5ാം ക്ലാസ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സി ജയസിംഗ് തിരി തെളിയിച്ചു. തുടർന്ന് 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ഋതു നന്ദന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്കൂൾ ഗായക സംഘത്തിന്റെ ഓണപ്പാട്ട് ശ്രദ്ധേയമായി. നാലാം ക്ലാസ് വിദ്യാർത്ഥി ഫൈസാൻ റിയാസ് ഓണ സന്ദേശം നൽകി. നമ്മുടെ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കുന്നതിനാണ് ഇന്ന് നാം ഒത്തുകൂടിയിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന്? ശരി, അതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് പറയാം. ഏവർക്കും പരിചിതമായ ഐതിഹ്യ കഥയിലൂടെ ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇടം നേടിയ മഹാബലി തമ്പുരാൻ്റെ വരവാണ് നാം ഓണമായി കൊണ്ടാടുന്നത്. ഓണാഘോഷം വർഷങ്ങൾക്ക് മുന്നേ തന്നെ കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ്. പൊന്നൻ ചിങ്ങത്തിലെ അത്തം നാളിൽ പൂക്കളം ഒരുക്കിക്കൊണ്ട് ആരംഭിക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ദിനം തിരുവോണമാണ്. UKG വിദ്യാർത്ഥിനി ദക്ഷ ജെ പണിക്കർ നന്ദി പറഞ്ഞു. മാവേലിക്കൊപ്പം പുലികളിയും മേളക്കൊഴുപ്പും കൂടിയായപ്പോൾ സ്കൂൾ അങ്കണം ഉത്സവലഹരിയിലായി. തിരുവാതിര, കുട്ടനാടൻ ഡാൻസ്, ഓണപ്പാട്ട്, ഫെസ്റ്റിവൽ ഡാൻസ്, തമിഴ് നൃത്തരൂപം, നാടൻ പാട്ടുകൾ കോർത്തിണക്കിയ ഡാൻസ് ഫ്യൂഷൻ തുടങ്ങിയവയും നടന്നു. കിഡ്സ് സോണിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കളിയരങ്ങ് വർണ്ണപുഷ്പങ്ങളും കുരുത്തോലകളും കൊണ്ട് അലങ്കൃതമായിരുന്നു. ഉറിയടി, പുലിക്കളി, തിരുവാതിര, ഓണം മധുരമായി പായസം, ഓണവിഭവമായി ഉപ്പേരി, ഓണസമ്മാനമായി കളിപ്പാട്ടം, ആശംസാ കാർഡുകൾ എന്നിവരുടെ വിതരണം എന്നിവയും നടന്നു. ചെയർമാൻ സി ഷാജി, ട്രഷറർ ജോസ് ജോർജ്, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി വിനോദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ സോണിയ സുരേഷ്, ഡോക്ടർ LS കവിത, പ്രിൻസിപ്പൽ ലീന ശങ്കർ, ഡയറക്ടർ CS നാരായണൻ, ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CD ന്യൂസ്, കായംകുളം. കായംകുളം എരിവ ഹരിചന്ദനം സ്പോർട്സ് ആൻഡ് മ്യൂസിക് സെന്ററിന്റെ ഓണാഘോഷം ഓണപ്പുലരി 2022 വിവിധ കലാപരിപാടികളോടെ നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻ സി ബാബുവും സിനിമാ സംവിധായകൻ ബെന്നി ആശംസയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു.
കായംകുളം എരുവ ഹരിചന്ദനം ആർട്സ് ആൻഡ് മ്യൂസിക് സെന്ററിന്റെ ഓണാഘോഷം ഓണപ്പുലരി 2022 വിവിധ കലാപരിപാടികളോടെ നടന്നു. സ്കൂൾ സ്ഥാപകനായ KK ചിത്തൻ അധ്യക്ഷ പ്രസംഗം നടത്തി. മുഖ്യ അതിഥികളായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിബിൻസി ബാബുവിനെയും സിനിമാ സംവിധായകൻ ബെന്നി ആശംസയെയും ചേർന്ന് തിരികൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു. മാനേജർ ജേക്കബ് വർഗീസ് സ്വാഗതം പറഞ്ഞു. ജോൺ ഡേവിഡ് സ്റ്റുഡൻസ് മോട്ടിവേഷൻ പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളോടെ യോഗം അവസാനിച്ചു. കായംകുളം ശാസ്ത്രവേദി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ കായംകുളം MSM കോളേജിൽ നിന്ന് വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ശാസ്ത്രവേദി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ കായംകുളം MSM കോളേജിൽ നിന്ന് വിരമിച്ച അധ്യാപകരായ പ്രൊഫസർ PV ദാമോദരൻ പോറ്റി, പ്രൊഫസർ K അബ്ദുൾ റസാഖ് കുഞ്ഞ്, ഡോക്ടർ D സുഷമ്മ, പ്രൊഫസർ S ചന്ദ്രശേഖരൻ നായർ, പ്രൊഫസർ VS പരമേശ്വരൻപിള്ള എന്നിവരെയും കായംകുളം MSM കോളേജിൽ നിന്നും ഡിഗ്രി തലത്തിൽ വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ സെലനോ ഷാജി, സുൽത്താന ആസാദ്, UN ഗോപിക, റൈഹാന, N അൽഫിയ, ഫാത്തിമ അസീസ്, ഗൗരി ചന്ദ്ര, രഞ്ജു രാജ്, ഷെജിൻ ഷാ, വീണ എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു. ശാസ്ത്രവേദി നിയോജക മണ്ഡലം പ്രസിഡന്റ് H നവാസിന്റെ അധ്യക്ഷതയിൽ കായംകുളം കോൺഗ്രസ് ഭവനിൽ കൂടിയ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ശാസ്ത്രവേദി മണ്ഡലം രക്ഷാധികാരിയുമായ AJ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന് ഇത്തരം ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ മുൻകാലങ്ങളിലൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു, വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്ന മാറ്റങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്ന വളരെ ഖേദകരമായ ചില സാഹചര്യങ്ങളുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശാസ്ത്രത്തെയും സാഹിത്യത്തെയും എല്ലാം തന്നെ അവരോടൊപ്പം ചേർത്ത് നിർത്തി അത്തരം ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ പ്രവർത്തിക്കുന്ന സാഹചര്യം നമുക്കറിയാം. അതിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഏറ്റവും വലിയ നിലയിൽ പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനം ഇപ്പോൾ വളരെ ഊർജ്ജസ്വലമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി KPCC തീരുമാനിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംഘടനയും അതിന് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളല്ലാത്തവരെ തന്നെ അതിന് നേതൃത്വം ഏൽപ്പിക്കാനും വേണ്ടി പാർട്ടി തീരുമാനിച്ചത്. അവർ വന്നതിന് ശേഷം നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ആദരിക്കുന്നവർ അവരുടെ ജീവിതം മുഴുവൻ വിദ്യ പകർന്നു നൽകുന്നതിന് വേണ്ടി ത്യാഗോജ്വലമായി പ്രവർത്തിച്ചവരാണ്. അവരിൽ നിന്ന് നമ്മൾ ആർജിച്ച വിദ്യയും അറിവുകളും നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ മാത്രമേ അവരുടെ കർമ്മം പൂർത്തിയാവുകയുള്ളൂ. B ദിലീപൻ വിശിഷ്ട അതിഥികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ ജനശ്രീ ജില്ലാ ചെയർമാൻ KK നൌഷാദ്, അരിത ബാബു, E സമീർ, S രാജേന്ദ്രൻ, ശ്രീജിത്ത് പത്തിയൂർ, AP ഷാജഹാൻ, A സലീം, AM കബീർ, K തങ്ങൾകുഞ്ഞ്, M നൌഫൽ, C സന്തോഷ് കുമാർ, P കൃഷ്ണകുമാർ, സജീർ തകിടിയിൽ, PS നൌഷാദ്, മഹാദേവൻ, മക്ബൂൽ മുട്ടാണിശ്ശേരിൽ, സാനന്ദ് രാജൻ ബാബു, കടയിൽ രാജൻ, അനുമോദിച്ച റാങ്ക് ജേതാക്കളുടെ രക്ഷകർത്താക്കൾ, സുഹൃത്തുക്കൾ എന്നിവരും പങ്കെടുത്തു. കായംകുളം ചെട്ടികുളങ്ങര കടവൂർ ചിത്തിരയിൽ പ്രണവ് മധുവിന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര കടവൂർ ചിത്തിരയിൽ പ്രണവ് മധുവിന്റെ 1ാം അനുസ്മരണ ദിനാചരണവും സാധുജന വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ഓണക്കിറ്റ് വിതരണവും നടന്നു. കടവൂർ 742 നമ്പർ NSS കരയോഗ മന്ദിരത്തിലാണ് പരിപാടികൾ നടന്നത്. വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദർ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേവലം വാക്കുകൊണ്ടല്ല, നമ്മൾ സ്വയം അനുഭവിച്ചറിയുക.
അപ്പൊ ഞാൻ എൻ്റെ 5 മിനിറ്റ് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നത് മതിച്ചേട്ടനെ പറ്റി തന്നെയാണ്. ഞാൻ ഈ സമൂഹത്തിൽ നിങ്ങളോട് തന്നെ ഞാൻ ഈ തുറന്നു പറയുന്ന കുഴപ്പമില്ല. രാജൻ ചെങ്കിളിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് MK രാജീവ്, ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ സെക്രട്ടറി M മനോജ് കുമാർ, വാർഡ് മെമ്പർ ശ്രീകല, മറ്റം മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് M രാമചന്ദ്രൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം സന്തോഷ് ജോസഫ്, കരയോഗം സെക്രട്ടറി TG ജനാർദ്ദനൻ നായർ, വിനായക് മധു എന്നിവർ സംസാരിച്ചു. വരും വർഷങ്ങളിലും ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പ്രണവിന്റെ പിതാവ് N മധുസൂദനൻ പിള്ള അറിയിച്ചു. CDNet ന്യൂസ്, ചെട്ടുകുളങ്ങര. കായംകുളം SNDP യൂണിയൻ പുതുപ്പള്ളി വടക്ക് കൊച്ചുമുറി 3126 നമ്പർ VR നാണു മെമ്മോറിയൽ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും പച്ചക്കറി കിറ്റ് വിതരണവും നടത്തി. കായംകുളം യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം SNDP യൂണിയൻ പുതുപ്പള്ളി വടക്ക് കൊച്ചുമുറി 3126 നമ്പർ VR നാണു മെമ്മോറിയൽ SNDP ശാഖായോഗത്തിലെ കുടുംബാംഗങ്ങളുടെ മക്കളിൽ 10ാം ക്ലാസ്സിലും +2വിലും എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ക്യാഷ് അവാർഡ് വിതരണവും മൊമെന്റോ നൽകി ആദരിക്കലും നടത്തി. ശാഖയിലെ 320ൽ പരം കുടുംബങ്ങൾക്ക് ഓണത്തിനുള്ള പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു. ശാഖാ പ്രസിഡന്റ് NS മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുരുഷോത്തമൻ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. കായംകുളം യൂണിയൻ സെക്രട്ടറി P പ്രദീപ് ലാൽ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശ്വാസി നമ്മുടെ ഈ ശാഖയുടെ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ഗുരുവിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ അതൊക്കെ ഈ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റിച്ചിങ് സ്കൂൾ ആരംഭിച്ചു. നമ്മുടെ ഈ ശനിയാഴ്ച ഈ മാസം 10ാം തീയതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അവതാര ദിനം. അത് കായംകുളത്ത് വളരെ വിപുലമായി തന്നെ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പട്ടണത്തിലും ശാഖകളിലും ഒക്കെ നടന്നു വരികയാണ്. ഏതാണ്ട് 10,000-ന് മുകൾ ആൾക്കാർ പങ്കെടുക്കുന്ന അതിവിപുലമായ ഒരു ഘോഷയാത്രയാണ് നമ്മളിപ്പോൾ അതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിരവധി കാഴ്ച വിരുന്നുകൾ ഒരുക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ അവതാര ചരിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾ അതെല്ലാം നിശ്ചല ദൃശ്യങ്ങളായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഗംഭീരമായ ഒരു മതമൈത്രി ഘോഷയാത്ര പോലെ അത് മനോഹരമായ തരത്തിൽ എന്നാൽ അത് ഉജ്ജ്വലവുമായിരിക്കണം. പരമാവധി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനപങ്കാളിത്തം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ശാഖയിൽ നിന്നുള്ള മുഴുവൻ സമുദായ അംഗങ്ങളും എല്ലാ വീട്ടിലെ എല്ലാ അംഗങ്ങളും കുട്ടികളടക്കം അതിൽ പങ്കെടുക്കണം. നമുക്ക് ആത്മാഭിമാനത്തോടെ പിടിക്കാൻ പറ്റുന്ന ഒരു പതാക പീതപതാകയാണ്. വിശിഷ്ട അതിഥിയായ കമലാ സായി ദർശൻ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി. P പ്രദീപ് ലാൽ മൊമെന്റോയും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു. ശാഖയിലുള്ള ക്യാൻസർ രോഗികൾ, ജോലി ചെയ്ത് തീരെ കുടുംബം പുലർത്താൻ കഴിയാത്ത 16 പേർക്ക് 10 കിലോ അരി എന്നിവ എല്ലാ ചതയ ദിനത്തിലും കൊടുക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. CDNet ന്യൂസ്, കൃഷ്ണപുരം. നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി MS അരുൺകുമാർ MLA അറിയിച്ചു. കളക്ടർ ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞാൽ വിജ്ഞാപനവും പിന്നാലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും പൂർത്തീകരിക്കുമെന്നും MLA അറിയിച്ചു. നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി MS അരുൺകുമാർ MLA അറിയിച്ചു. കളക്ടർ ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ നിയമിക്കലാണ് അടുത്ത നടപടി. തുടർന്ന് വിജ്ഞാപനവും പിന്നാലെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയും പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. ബുത്ത ജംഗ്ഷൻ കല്ലുമല റോഡിലെ റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള വെള്ളൂർക്കുളം മുതൽ ഗേറ്റിന് കിഴക്ക് ബിഷപ്പ്മൂർ ഹോസ്റ്റലിന് മുന്നിൽ വരെ 500 മീറ്റർ നീളത്തിലും 10.20 മീറ്റർ വീതിയിലുമാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണമെന്നും MLA അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നും MLA പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര. കലാ സാംസ്കാരിക സംഘടനയായ ഞക്കനാൽ ജില്ലയുടെ പ്രസിഡന്റും കായംകുളം DYSP ഓഫീസിലെ സബ് ഇൻസ്പെക്ടറും സാംസ്കാരിക പ്രവർത്തകനുമായ ഞക്കനാൽ ചരൂർ വീട്ടിൽ സുകുമാർജിയുടെ 1ാം ചരമവാർഷികം ജില്ലയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പോലീസ് സൂപ്രണ്ട് ദേവമനോഹർ ഉദ്ഘാടനം നിർവഹിച്ചു. കലാ സാംസ്കാരിക സംഘടനയായ ഓച്ചിറ ഞക്കനാൽ ജില്ലയുടെ മുൻ പ്രസിഡന്റും കായംകുളം പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫീസിലെ സബ് ഇൻസ്പെക്ടറുമായിരുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ഞക്കനാൽ ചരൂർ വീട്ടിൽ സുകുമാർജിയുടെ 1ാമത്
ചരമവാർഷിക ദിനം ചില്ലയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. സുകുമാറിന്റെ വസതിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പോലീസ് സൂപ്രണ്ട് ദേവമനോഹർ ഉദ്ഘാടനം ചെയ്തു. ആ തിരസ്കാരത്തിന്റെ ഒഴിവാക്കലിന്റെ ഒക്കെ ഇടയിൽ നിന്ന് ഒരല്പസമയം കണ്ടെത്തി അല്പ ഊർജം ചെലവഴിച്ച് ആ നോ ഒരു യേസാക്കുക, എത്തുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അപ്പൊ നിങ്ങളിവിടെ ഓരോരുത്തരും നിങ്ങളുടെ പലതരമായ തിരക്കിലിടയിൽ നിന്ന് ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിലേക്ക് എത്താൻ കാണിച്ച ഒരു ആർജവം, അതിനകത്തൊരു ത്യാഗമുണ്ട്. സമയത്തിന്റെയും ഊർജത്തിന്റെയും ചിലർക്ക് പൈസയുടെയും ഒക്കെ ഒരു ത്യാഗമുണ്ട്. അത് ജയിച്ചുകൊണ്ടിലെത്താൻ നടത്തിയ ഒരു ശ്രമം, എത്തിപ്പെട്ട അനുസ്മരണ സമ്മേളനം കുറച്ചുകൂടെ സന്തോഷകരമാക്കി തീർക്കുക എന്നുള്ളത് ഒരു 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 കർത്തവ്യം, അത് നിങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതിൽ എനിക്ക് നാടിൻ്റെ ഒരുമയാണ്. ഈ നാട്, ആ നാട്ടിലേക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഇവിടെ അങ്ങനെ തിരോധാനത്തിന് കൊടുക്കുന്ന ഒരു വലിയ അർച്ചന പോലെയാണ് എനിക്കത് തോന്നുന്നത്. ഇത് നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഓരോ ആൾക്കാരും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കടന്നു പോകുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. വളരെ ചെറിയ ഒരു ലോകമാണ്. നിങ്ങൾ വായിച്ചു കാണും, ജെയിംസ് വെബിന്റെ പുതിയ ടെലിസ്കോപ്പ് ഇറങ്ങി അമേരിക്കയിൽ. ജില്ലാ സെക്രട്ടറി EN ശെൽവരാജ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സംഘടനയുടെ പ്രസിഡന്റ് K രജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് തിരുവല്ല രാജപ്പൻ റാവുത്തർ, ഗ്രാമപഞ്ചായത്ത് അംഗം അജയൻ അമ്മാസ്, G ജയകുമാർ, രാജേഷ് അമ്മാസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CD ന്യൂസ് ഓച്ചിറ. ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ പത്തിയൂർ SKV HSSന് ഇരട്ട സ്വർണം. മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ 17 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ അദ്രിജയ്ക്കും 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ അനശ്വരിക്കുമാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ പത്തിയൂർ SKV HSSന് ഇരട്ട സ്വർണം. മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി മത്സരത്തിൽ 17 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ അദ്രിജയ്ക്കും 15 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ മത്സരത്തിൽ അനശ്വരയ്ക്കുമാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അദ്രിജയ്ക്ക് ഇത് ഹാട്രിക് സ്വർണ്ണമാണ്. ഭഗവതിപ്പടി പുത്തൻകണ്ടത്തിൽ സജികുമാറിന്റെയും വിജിതയുടെയും മകളാണ് അദ്രിജ. സഹോദരൻ അദ്വൈത് ഈ വർഷവും ആലപ്പുഴ ജില്ലയിൽ പ്രതിനിധീകരിച്ച് സംസ്ഥാന വടംവലി മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. എരുവക്കിഴക്ക് കറുകത്തറയിൽ ജയമോഹന്റെയും സ്മിതയുടെയും മകളാണ് അനശ്വര. സഹോദരി ലയ 13 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ സംസ്ഥാന വടംവലി മത്സരത്തിൽ പങ്കെടുത്ത് ആലപ്പുഴ ജില്ലാ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. അനശ്വര സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ മത്സരത്തിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. സ്കൂളിലെ കായിക അധ്യാപകനായ SK സുരേഷ് കുമാർ നേതൃത്വം നൽകുന്ന കായംകുളം കാക്കനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജേക്കബ് ജോർജ് സ്പോർട്സ് അക്കാദമിയിലാണ് ഈ കായിക താരങ്ങൾ പരിശീലനം നടത്തുന്നത്. നിഷാന്ത്, അരുൺകുമാർ, ഗോപികൃഷ്ണൻ, വിനു പന്നച്ചൻ എന്നിവരാണ് മുഖ്യ പരിശീലകർ. CD ന്യൂസ് കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണത്തിന് നാന്ദി കുറിച്ച് ബുധനാഴ്ച ഉത്രാടം. മാവേലി മന്നനെ വരവേൽക്കാൻ പാച്ചിലിനൊരുങ്ങി നാട്. കായംകുളം നഗരപരിധിയിൽ അനധികൃത നിർമ്മാണവും ലൈസൻസ് ഇല്ലാത്ത കച്ചവടങ്ങളും തെരുവുനായ ശല്യവും വർദ്ധിച്ചു വരുന്നതായി UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ. നടപടിയെടുത്തില്ലെങ്കിൽ വിജിലൻസിനുൾപ്പെടെ പരാതി നൽകുമെന്ന് ഭാഷ. മോശം കാലാവസ്ഥ, മത്സ്യബന്ധനത്തിന് വിലക്കുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
മാവേലിക്കര കല്ലുമല റെയിൽവേ മേൽപ്പാല നിർമ്മാണം സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭിച്ചതായി MS അരുൺകുമാർ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.